മുഖ്യമന്ത്രി പിണറായി വിജയന് വധിക്കാൻ ആഹ്വാനം നൽകിയ RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മധ്യപ്രദേശ് സർക്കാർ ചന്ദ്രാവത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബജറ്റ് ചോർന്നുവെന്ന ആക്ഷേപത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും സർക്കാരിന് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഉണ്ടാകുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം കേരള പോലീസ് ആരംഭിക്കണം. ഇത് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരം തന്നെ കേസെടുക്കേണ്ടതൊരു കുറ്റകൃത്യമാണ്. മുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം നൽകിയ RSS നേതാവിനെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് സർക്കാർ തയ്യാറാകുന്നില്ല. കലാപത്തിനുള്ള ആഹ്വാനമാണ് കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയത്. ബജറ്റ് ചോർന്നുവെന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല. മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ തയ്യാറാക്കിയ കുറിപ്പ് നേരത്തെ നൽകിയതാണ് പ്രശ്നമായത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വഴങ്ങില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കണക്കിലെടുത്തായിരിക്കും മദ്യനയത്തിൽ തീരുമാനം കൈക്കൊള്ളുക. ഇക്കാര്യത്തിൽ ഈ മാസം തന്നെ LDF-ൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂരിൽ സമാധാനമാണ് CPM ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ പാർട്ടി തുടരും. ഇതിനായി വിവിധ തട്ടുകളിൽ യോഗങ്ങൾ ചേർന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF വിപുലീകരണം ഇപ്പോൾ അജണ്ടയിലില്ല. RSP UDF-ൽ നിൽക്കേണ്ടവരല്ലെന്നും MP വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്തെ മിത്രമാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൺസോർഷ്യം സംഭരിച്ച അരി വിപണിയിലെത്തി. ബംഗാളിൽ നിന്നെത്തിച്ച 800 മെട്രിക് ടൺ അരിയാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. 1700 മെട്രിക് ടൺ അരി കൂടി മാർച്ച് 10-നകം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുത്ത 500 പ്രാഥമിക സംഘങ്ങളുടെ കൺസ്യൂമർ സ്റ്റോറുകളിലൂടെയും തെരഞ്ഞെടുത്ത ത്രിവേണി സ്റ്റോറുകളിലൂടെയും തിങ്കളാഴ്ച മുതൽ അരി വിതരണം ആരംഭിക്കും. 14 ജില്ലകളിലായി 500 കേന്ദ്രങ്ങൾ വഴിയാണ് അരി വിതരണം ചെയ്യുക. അരി വിതരണത്തിനുള്ള സംഘങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ആദിവാസി മത്സ്യത്തൊഴിലാളി മേഖലകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതാണ്ട് ഒരു 500 സംഘങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. നടത്താൻ ശേഷിയുള്ളതൊക്കെ ആയിട്ടുള്ള 500 സംഘങ്ങളെ കേരളത്തിൽ. ആ 500 സംഘങ്ങളെ സെലക്ട് ചെയ്ത് 6-ന് ആരംഭിച്ച് 10-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കുന്ന മട്ടിൽ 500 സംഘങ്ങളിലൂടെയും 25 രൂപ ക്രമത്തിന് അരി വിതരണം ആരംഭിക്കും. തെരഞ്ഞെടുക്കുന്ന ഓരോ സംഘങ്ങളിലും തിങ്കളാഴ്ചക്കകം 1.5 മെട്രിക് ടൺ വീതവും മാർച്ച് 10-നകം 3.5 മെട്രിക് ടൺ അരി വീതവും നൽകും. അരിയുടെ വിപണി വില നിയന്ത്രണ വിധേയമാകുന്നതുവരെ തുടർച്ചയായ വിതരണം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കിലോയ്ക്ക് 27 രൂപ വില വരുന്ന അരി 2 രൂപ നഷ്ടം സഹിച്ചാണ് പ്രാഥമിക സംഘങ്ങൾ 25 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത്. ഒരു കുടുംബത്തിന് തുടക്കത്തിൽ 5 കിലോയും തുടർന്നുള്ള ആഴ്ചകളിൽ 10 കിലോ അരിയും വീതവും നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം ഏണിക്കരയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാസിക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സൈനികൻ റോയ് മാത്യുവിന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. അതിനിടെ റോയ് മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി പരാതി ഉയർന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം 1 മണിക്കൂർ ട്രോളിയിൽ കിടത്തി. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, വിശദാംശങ്ങൾ. 2:30 റോയ് മാത്യുവിന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. മൃതദേഹം ഇപ്പോൾ കൊല്ലത്തെ റോയ് മാത്യുവിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. നേരത്തെ രാവിലെ 9 മണിക്കാണ് റോയ് മാത്യുവിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നത്. 9 മണിക്ക് എത്തിച്ച മൃതദേഹം 1 മണിക്കൂറോളം വിമാനത്താവളത്തിൽ ട്രോളിയിൽ തന്നെ കിടക്കുന്ന സാഹചര്യമുണ്ടായി. 1 മണിക്കൂറോളം കഴിഞ്ഞാണ് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാൻ പോലും സൈനികർ തയ്യാറായത്. ഒപ്പം തന്നെ അരമണിക്കൂറോളം കഴിഞ്ഞാണ് മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിക്കാൻ സൈനികർ തയ്യാറായത്. ഒപ്പം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിരുന്നുമില്ല. നേരത്തെ അറിയിച്ചിരുന്നത് പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തും എന്നാണ്. ഒപ്പം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയപ്പോൾ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. എന്നാൽ റീപോസ്റ്റ്മോർട്ടം നടത്താൻ നാസിക്കിൽ നിന്നുള്ള സൈനിക ക്യാമ്പിൽ നിന്നുള്ള അനുമതി ലഭിക്കണം എന്ന വാദത്തിലായിരുന്നു സൈനികർ. അതേസമയം കൊല്ലം ജില്ലാ കളക്ടർ റീപോസ്റ്റ്മോർട്ടത്തിനായി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഏറെ നേരത്തെ ബന്ധുക്കളുടെ ആവശ്യത്തിനും പ്രതിഷേധത്തിനും ശേഷമാണ് റീപോസ്റ്റ്മോർട്ടത്തിനായി സൈന്യം അനുമതി നൽകിയത്. റീപോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വീണ്ടും തങ്ങൾക്ക് അനുമതി ലഭിച്ചില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് മൃതദേഹം ഇടയ്ക്ക് റോഡിൽ നിർത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ശേഷം 11 മണിയോടുകൂടിയാണ് മൃതദേഹം RTOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം റീപോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ റോയ് മാത്യുവിന്റെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ ആവർത്തിച്ച് പറയുന്നത്. അവരുടെ വലിയ സംശയം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ബോഡി ഏറ്റുവാങ്ങൂ എന്ന് ബന്ധുക്കൾ
ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ മൃതദേഹം റോയ് മാത്യുവിന്റെ ജന്മദേശമായ ഏഴുകോണിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. നാസിക്കിൽ മരിച്ച സൈനികൻ റോയ് മാത്യുവിന്റെ മരണത്തിൽ ദുരൂഹത അന്വേഷിക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മഹാരാഷ്ട്ര പോലീസുമായി ചേർന്ന് തുടരന്വേഷണം നടത്തും. അതേസമയം മരണത്തിന്റെ കാരണം വ്യക്തമാകും വരെ നിയമപോരാട്ടം തുടരുമെന്ന് റോയ് മാത്യുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു. റോയ് മാത്യുവിന്റെ ഭാര്യ ഫിനി മാത്യുവും രക്ഷിതാക്കളും പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് പോസ്റ്റ്മോർട്ടത്തിനും അന്വേഷണത്തിനും സാഹചര്യം ഒരുങ്ങിയത്. കൊട്ടാരക്കര റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതേസമയം സംസ്ഥാന സർക്കാർ ഇടപെട്ടതുകൊണ്ടാണ് മൃതശരീരം വിട്ടുകിട്ടിയതെന്ന് റോയ് മാത്യുവിന്റെ വീട്ടിൽ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ദുരൂഹത ബന്ധുക്കൾക്കുള്ളതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ശക്തമായി ഇടപെട്ട് പോസ്റ്റ്മോർട്ടം ഇവിടെ നടത്താൻ വീണ്ടും തീരുമാനിച്ചത്. സാധാരണ പട്ടാളം അവർ മിലിറ്ററി പോസ്റ്റ്മോർട്ടം നടത്തിയ ഇവിടെ വന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ സമ്മതിക്കാറില്ല. ഞാനാണ് രാവിലെ ഇടപെട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്തു. ആഭ്യന്തര സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ബന്ധുക്കൾക്ക് സംശയമുണ്ട്, ആശങ്ക ഉള്ളതുകൊണ്ട് ബന്ധുക്കളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ബാധ്യതയാണ്. എഴുകോൺ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിന് പോലീസ് നാസിക്കിലേക്ക് പോയേക്കും. സൈന്യത്തിന്റെ തുടക്കം മുതലുള്ള ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്നും സത്യം പുറത്തുവരുന്നതുവരെ നിയമ നടപടി തുടരുമെന്നും ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. പ്രസവം മറച്ചുവെച്ച ആശുപത്രിക്കെതിരെയും സംഭവത്തിൽ കന്യാസ്ത്രീകളും ഡോക്ടർമാരും ഉൾപ്പെടെ 12 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജോഷ്ല ചേർന്നു. ജോഷ്ല, വിശദാംശങ്ങൾ. ഔദ്യോഗികമായി ഏറ്റവും അവസാനമായി ലഭിക്കുന്ന കണക്കനുസരിച്ച് 10 പേരുടെ പ്രതിപട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2 പേർ കൂടി പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. ഇന്ന് ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരിയായ സിസ്റ്റർ ഒഫീലിയയെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് സംഘം വൈത്തിരിയിലെത്തിയിരുന്നു. എന്നാൽ മഠത്തിൽ ഇവരില്ല എന്നാണ് പോലീസ് സംഘത്തിന് അറിയാൻ കഴിഞ്ഞത്. അസുഖമായി അവധിയിലാണ് എന്ന രീതിയിലാണ് അധികൃതർ ഇവരോട് പോലീസിന് വിവരം നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇവർ ഒളിവിൽ പോയതാണെന്ന കൃത്യമായ സംശയം പോലീസിനുണ്ട്. ഇവരെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം പീഡിപ്പിച്ച റോബിൻ വടക്കുംചേരിക്ക് പുറമെ ഈ ഓർഫനേജിലെ സഹായിയായിരുന്ന തങ്കമ്മ, അതുപോലെ തന്നെ ക്രിസ്തുരാജ ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേറ്റർ ആൻസി മാത്യു, ടെസി ജോസ്, ഗൈനക്കോളജിസ്റ്റായ ടെസി ജോസ്, പീഡിയാട്രീഷ്യനായ ഹൈദരലി എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ CWCയിലെ തോമസ് ജോസഫ് തേരകത്തിനെതിരെയും ഡോക്ടർ ബെറ്റിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവർ കൃത്യമായി നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള പേരിലാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. വിവരങ്ങൾ നൽകിയത്. കൊട്ടിയൂർ പീഡനത്തിൽ വയനാട് ശിശുക്ഷേമ സമിതിയും കുടുങ്ങും. പീഡനത്തിനിരയായ 16 വയസ്സുകാരിയുടെ പ്രായം 18 എന്ന് തിരുത്തിയതിന് കേസെടുക്കും. അനൂപ് KR ചേർന്നു. വിവരങ്ങളുമായി അനൂപ്. സൗമ്യ, കൊട്ടിയൂർ സംഭവത്തിൽ പുരോഹിത വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനും അതിന്റെ ഒരു അംഗവുമാണ് ഈ സംഭവത്തിൽ കൃത്യമായ ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. ശിക്ഷാമ സമിതിയിലെ മറ്റംഗങ്ങൾ അറിയാതെ രൂപതയുടെ PRO കൂടിയായ ചെയർമാൻ സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുള്ള രേഖകളാണ് പുറത്തുവരുന്നത്. പെൺകുട്ടിയുടെ പ്രായത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവം നടന്ന 26 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് CWC ദത്തെടുക്കൽ കേന്ദ്രത്തിന്, വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഇത് സംബന്ധിച്ചുള്ളൊരു കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടത്. അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു മുൻപായി മാർച്ച് 2-ന് ചെയർമാന്റെ സ്വന്തം മെയിൽ ID-യിൽ നിന്നാണ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതേസമയം വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിലെ സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ കൊട്ടിയൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നുവെങ്കിലും അവരിവിടെ ഇല്ലാത്തതിനെ തുടർന്ന് പോലീസിന്റെ നടപടി വിജയിച്ചില്ല. ഇവരെ ഇന്ന് തന്നെ കണ്ടെത്താനുള്ള ഒരു നടപടികളാണ് പോലീസ് അത്തരം നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഏതായാലും ഇവർ ഒളിവിലാണ് എന്നുള്ള വിവരം കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിനെതിരെ അവിടെയുള്ള 2 കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഏതായാലും ഇപ്പോൾ
ഈ തോമസ് വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെതിരെയും അതിലൊരു അംഗത്തിനെതിരെയും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർക്കെതിരെ കേസെടുക്കുന്നത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിന്റെ അംഗങ്ങളാണ് എന്ന രീതിയിൽ തന്നെ. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ പുറത്താക്കുകയും മറ്റും ചെയ്യുകയാണെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കുന്ന നടപടികൾ പോലീസിന് ഊർജിതമാക്കാൻ കഴിയും. ഇപ്പോൾ ഇവരെ വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രവും അത് അവിടെ നിന്ന് CWCയിലേക്ക് കുട്ടിയെ എത്തിച്ചത് വരെയുള്ള നിയമപരവുമായിട്ടുള്ള CWC വരുത്തിയ വീഴ്ചകൾ ആണ് പോലീസ് അന്വേഷിക്കുന്നത്. സൗമ്യ, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ 1 കോടി രൂപ ഇനാം വാഗ്ദാനം ചെയ്ത RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ ഉജ്ജയിൻ പോലീസ് കേസെടുത്തു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിവാദ പ്രസ്താവനയുടെ പേരിൽ കുന്ദൻ ചന്ദ്രാവത്തിനെ RSSൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. പിണറായി വിജയനെതിരെ കൊലവിളി പ്രസംഗം നടത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ കേസെടുക്കാൻ BJP ഭരിക്കുന്ന മധ്യപ്രദേശ് സർക്കാർ കൂട്ടാക്കിയിരുന്നില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്തയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കുന്ദൻ ചന്ദ്രാവത്തിനെ RSSൽ നിന്നും പുറത്താക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതും ജാമ്യം ലഭിക്കുന്ന നിസ്സാര വകുപ്പുകൾ ചേർത്ത്. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് കേസെടുത്തതെന്ന് ഉജ്ജയിൻ SP MS വർമ്മ പറഞ്ഞു. കുന്ദൻ ചന്ദ്രാവത്തിന്റെ പ്രസംഗം ദേശീയ തലത്തിൽ RSSന് വലിയ ക്ഷീണമായിരുന്നു. ഇതാണ് ഇയാളെ പുറത്താക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പൊതുവേദിയിൽ നടത്തിയ പ്രസ്താവനയിൽ ആദ്യം ഉറച്ചുനിന്ന കുന്ദൻ ചന്ദ്രാവത്ത് വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ രൂക്ഷമായതോടെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കുന്നതായി പ്രസ്താവന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റിനെ കൊലപ്പെടുത്തി. വലിയകുളം സ്വദേശി മൊഹ്സീനാണ് കൊല്ലപ്പെട്ടത്. ഉത്സവവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നിൽ RSS ആണ് എന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജി, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. സൗമ്യ, കഴിഞ്ഞ ദിവസം ആലപ്പുഴ ആലശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നേരിയ തോതിലുള്ള സംഘർഷമുണ്ടായത്. ഇതിനുശേഷം മൊഹ്സീൻ എന്ന 18 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് ക്ഷേത്ര ഭാരവാഹികളും മറ്റും പറയുന്നത്. പക്ഷേ ഇത് സംഭവത്തിന് പിന്നിൽ RSS ആണെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പിന്നീട് എറണാകുളത്തെ മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിലും കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മൊഹ്സീൻ കൊല്ലപ്പെട്ടത്. ആലപ്പുഴ ആലശ്ശേരി വാർഡ് ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് മൊഹ്സീൻ. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആലപ്പുഴയിൽ പൊതുദർശനത്തിൽ വെച്ചതിന് ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഇന്ന് ആലപ്പുഴ നഗരത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 2 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് പകർത്തിയതായി മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴി. അഭിഭാഷകന് കൈമാറിയ ഫോണിലാണ് ദൃശ്യങ്ങൾ ഉള്ളതെന്നും സുനി മൊഴി നൽകി. സുനി മാത്രമാണ് നടിക്കെതിരെ ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യപ്രതി സുനിൽകുമാർ ഈ ദൃശ്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് മറ്റൊരു ഫോണിലേക്ക് പകർത്തിയെന്നും ഈ ഫോണാണ് അഭിഭാഷകന് കൈമാറിയിരുന്നത് എന്നുമാണ് സുനിയുടെ മൊഴി. നേരത്തെ സുനിയുടെ അമ്പലപ്പുഴയിലെ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടതായി പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അമ്പലപ്പുഴയിലെ പരിശോധനയിൽ മെമ്മറി കാർഡുകൾ ഉൾപ്പെടെ പോലീസ് സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് മൊബൈൽ ഫോണുകളിലേക്കും മെമ്മറി കാർഡുകളിലേക്കും സുനി ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നാണ്. എന്നാൽ കോയമ്പത്തൂരിൽ നിന്നടക്കം പിടിച്ചെടുത്ത 12 വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നെങ്കിലേ ദൃശ്യങ്ങൾ തേടിയുള്ള അന്വേഷണത്തിന് വ്യക്തത കൈവരികയുള്ളൂ. അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച മൊബൈൽ ഫോണും വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സുനി, വിജീഷ് എന്നിവരുടെ പോലീസ് കസ്റ്റഡി നാളെ അവസാനിക്കുമെന്നിരിക്കെ മറ്റെവിടെയൊക്കെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്, സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളറിയാൻ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. സുനി മാത്രമാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗം PS സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3 സംസ്കാരം നടക്കും. 4 മണിയോടുകൂടിയാണ് കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും മുൻ KSEB ചെയർമാനുമായിരുന്ന സിദ്ധാർത്ഥ മേനോൻ മരണപ്പെട്ടത്. ഹൃദ്രോഗത്തെ തുടർന്ന് കുറച്ചുകാലമായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തിയത്. പിന്നീട് പുലർച്ചെ ബാത്റൂമിൽ പോകുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കളും ഭാര്യയും പറയുന്നു. ഉടൻ തന്നെ ഭാര്യയും മറ്റും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു.
കൈരളി ടിവിയുടെ തുടക്കം മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഒക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. കൃഷിയെയും കാർഷിക മേഖലയും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമാണ്. വളരെയേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അയൽക്കാരൻ, ഒരു സ്നേഹിതൻ, എപ്പോൾ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഞങ്ങളോട് വർത്തമാനം പറയുന്ന, ഞങ്ങളോട് ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. പുതിയതരം കൃഷിരീതികളെ സ്വന്തം ജീവിത രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശൈലി. രാവിലെ ഞെട്ടലോടുകൂടിയാണ് സിദ്ധാർത്ഥ മേനോൻ്റെ അയൽവാസികളും മറ്റും വിവരമറിയുന്നത്. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകൾ എത്തിയ ശേഷം മാത്രമേ നാളെ സംസ്കാരമുണ്ടാവുകയുള്ളൂ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊല്ലം ജില്ലയുടെ മഴക്കാടുകൾ ഉൾപ്പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് വെള്ളം കിട്ടാക്കനി. കടുത്ത വേനലിൽ പോലും വറ്റാത്ത വനത്തിലെ നീരുറവകൾ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പെറവന്തൂർ പഞ്ചായത്തിലെ മൈക്കാമൺകുളത്തിലെ വെള്ളം ഉപയോഗിക്കണമെന്ന ആവശ്യമുയർന്നു. കൊല്ലം പത്തനാപുരം വെള്ളം തെറ്റി ഫോറസ്റ്റ് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട പെർവന്തൂർ പഞ്ചായത്തിലെ 1 മുതൽ 6 വരെ ഉൾപ്പെടുന്ന വനത്താൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടാറുകളിലെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും പറ്റാത്ത ഇത്തരം നീരുറവകൾ വറ്റിയതോടെ 100 കണക്കിന് കുടുംബങ്ങൾ വലയുന്നു. കടശ്ശേരി, ചെമ്പനരുവി, മൈക്കാമൈൻ, പെരുന്തോയി, കറവൂർ, പുന്നല പ്രദേശങ്ങൾ ഫലത്തിൽ ഉഷ്ണമേഖലയായി. ഇത്തരം കാലത്തിനകം വെള്ളം പറ്റിയിട്ടില്ല. ഞാനൊരു 10-12 വയസ്സ് ഉള്ളപ്പോൾ ഈ നാട്ടിൽ വന്ന അന്ന് തൊട്ട് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അന്ന് വെള്ളമുണ്ട്, ഇതുപോലെ ഇല്ലാതെ വന്നിട്ടില്ല. ഇപ്പം അങ്ങില്ല. ഇപ്പം എന്ത് ചെയ്യാൻ? ഇതുപോലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ കുളിക്കാണ്ട്? ഈ വെള്ളത്തിൽ എത്ര നേരം കുളിക്കുക, എത്ര തുണി കഴിയും? കിണറെല്ലാം പറ്റിപ്പോയി. ഈ സൈഡിൽ വന്ന് ഒരു കുളം കുടിച്ചിട്ട് അത് ഓരുകൊണ്ട് കുളിക്കാനാണ്ട് വെള്ളം കണ്ടോ. മുമ്പ് ഇത്രയും വരൾച്ച വന്നിട്ടില്ല, ഇപ്പോഴാ ഇത്രയും ക്ഷാമമായത്. കുടിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം ഈ വെള്ളത്തിലാണ്. വേറെ വെള്ളമൊന്നും ഇല്ല. ഇവർ വേലി കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ. കോരി കഴിയുമ്പോൾ ഓര് കട്ട പിടിച്ചാൽ ഓര്. പെർവന്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മൈക്ക ഖനനം ചെയ്ത് രൂപം കൊണ്ട കുളത്തിലെ വെള്ളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് മൈക്ക ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കുളമാണ്. ധാരാളം വെള്ളം ഇപ്പം കിടപ്പുണ്ട്. ഈ വെള്ളം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാർ, വാട്ടർ അതോറിറ്റി എല്ലാം കൂടെ ചേർന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും. മഴക്കാടുകൾ പോലും വരണ്ടുണങ്ങുന്നത് മനുഷ്യവാസത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികളും ഗവേഷകരും ഉന്നയിക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിൽപ്പെട്ട ഈ മൈക്കമൺ കുളത്തിൽ നിന്നുള്ള ജലം നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് ആവശ്യം. മൈക്കമണ്ണിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.